ബോംബ് സ്ഫോടനം നടത്താൻ ഉപയോഗിച്ച ബൈക്ക് പ്രഗ്യാ സിംഗ് ഠാക്കൂറിൻ്റെതാണ്. പക്ഷേ അവർ സന്യാസം സ്വീകരിച്ചതുകൊണ്ട് അത്തരം മെറ്റീരിയലായിട്ടുള്ള ഭൗതികമായ വസ്തുക്കളുടെ ഉടമസ്ഥാവകാശം അവരുടെ മേൽ ചാർത്താൻ കഴിയില്ല എന്ന വിചിത്രമായ ന്യായം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇക്കാര്യത്തിൽ പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ വെറുതെ വിട്ടത്. ഈ കേസിലെ മറ്റൊരു പ്രധാന പ്രതിയായ ലഫ്റ്റനന്റ് കേണൽ ശ്രീകാന്ത് പുരോഹിത് ബോംബ് കടത്തിക്കൊണ്ടുവന്ന് ബോംബ് സ്ഥാപിച്ചു. അദ്ദേഹം ബോംബ് നിർമ്മിച്ചു എന്നതിന് തെളിവില്ല. അദ്ദേഹത്തിന്റെ വിരലടയാളം എവിടെയും പതിഞ്ഞിട്ടില്ല. അതുപോലെ പ്രതികൾ 7 പേരും യോഗം ചേർന്ന് ബോംബ് സ്ഫോടനം ആസൂത്രണം ചെയ്തു എന്നതിനും തെളിവില്ല. 4 ഏജൻസികൾ അന്വേഷിച്ചിട്ടും ഈ കേസിൽ പ്രതികൾക്കെതിരെ ഒരു തെളിവും ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും അവസാനം കേസ് അന്വേഷിച്ച NIA ഈ കേസ് അന്വേഷണത്തിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് NIA പ്രത്യേക കോടതി ജഡ്ജി AK ലഹോട്ടി വിധിയിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. ഈ കേസിനെ സംബന്ധിച്ച് കൊല്ലപ്പെട്ട ഇരകളുടെ അഭിഭാഷകൻ പറയുന്ന അവർ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് അപ്പീൽ പോകുമെന്നാണ്. ഈ കേസിലെ വിധി പൂർണ്ണമായും അനീതികരമാണ് എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. മാലേഗാവ് സ്ഫോടന കേസ് സംബന്ധിച്ച് മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നിന്നുള്ള MP ആയിരുന്ന ഭോപ്പാലിൽ നിന്ന് 2019 മത്സരിച്ച് ജയിച്ചയാളാണ് പ്രഗ്യാ സിംഗ് ഠാക്കൂർ. പിന്നീട് അവർക്ക് BJP അംഗത്വം നൽകിയായിരുന്നു. നേരത്തെ അഭിനവ് ഭാരത് എന്ന തീവ്രവാദ സംഘടനയുടെ നേതാവായിരുന്നു പ്രഗ്യാ സിംഗ് ഠാക്കൂർ. പിന്നീട് ഈ കേസിൽ പ്രതിയായതിനു ശേഷം ജാമ്യത്തിലിറങ്ങി അവർ BJP അംഗത്വം നേടി 2019 മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നിന്ന് മത്സരിച്ച് വൻ ഭൂരിപക്ഷത്തോടുകൂടി അന്ന് അവർ തോൽപ്പിച്ചത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയായ ദിഗ്വിജയ് സിംഗിനെയായിരുന്നു. 1.5 ലക്ഷത്തിലേറെ വോട്ടുകൾക്കാണ് അവർ തോൽപ്പിച്ചത്. അവർ പാർലമെന്റിൽ എത്തുകയും ചെയ്തു. അപ്പോൾ മാലേഗാവ് ബോംബ് സ്ഫോടന കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു. 17 വർഷത്തിന് ശേഷമാണ് ഈ വിധി പ്രസ്താവം ഉണ്ടായിട്ടുള്ളത്.